വൈകുന്നേരമായപ്പോൾ നമ്മൾ ഒന്ന് ചാലിയം വരെ പോയിട്ട് വരാൻ വിചാരിച്ച് ഇറങ്ങി. എന്നാൽ വെയിലാറട്ടെ വിചാരിച്ചിരുന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും അത്യാവശ്യം ലേറ്റായി. നമ്മൾ കറങ്ങി അങ്ങനെ വണ്ടിയിൽ ചാലി എത്തുമ്പോഴേക്കും ലേറ്റാവും തോന്നി. അതുകൊണ്ട് നമ്മൾ ബേപ്പൂർ വന്നിട്ട് അവിടെ നിന്ന് ജങ്കാർ എടുത്തിട്ടാണ് ചാലിയത്തേക്ക് പോയിട്ടുള്ളത്. അവിടെ ചാലി ഒരു ഫെസ്റ്റ് നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയപ്പം ജങ്കാറിലും തിരക്കുണ്ടായിരുന്നു, ചാലിയം ബീച്ചിലാണെങ്കിലും രാത്രി ആകുന്നതുവരെയും നല്ല തിരക്കായിരുന്നു. പക്ഷേ കറക്റ്റ് സൺസെറ്റിൻ്റെ ടൈമാണ് നമ്മൾ എത്തിയത്. വ്യൂ ഒക്കെ കണ്ട് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് നമ്മളവിടെ കടൽപ്പാലത്തിൻ്റെ അവിടെ സൈഡിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ചാലിയം ബീച്ചാണെങ്കിൽ ഇപ്പം ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഷോപ്സും നടപ്പാതകളൊക്കെ ആയിട്ട് അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം രാത്രിയാവുന്നവരെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു. ഒരു അടിപൊളി ലൊക്കേഷനാണ്. രാവിലെ ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ല സൂപ്പർ ലൊക്കേഷനാണ്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഇതുവരെ ചാലിയത്ത് വന്നിട്ടില്ല എങ്കിലും നിങ്ങളൊന്ന് ഇവിടുത്തെ ഷോപ്സൊക്കെ ഓപ്പൺ ആകുന്ന സമയത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ജങ്കാർ സർവീസും എക്സ്പീരിയൻസ് ചെയ്യുക ഇവിടെ. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.